slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ അണക്കെട്ടുകളിൽ ഒന്നായ തൃശ്ശൂർ ജില്ലയിലെ വാഴാടി അണക്കെട്ടിലോട്ടാണ് കേട്ടോ. ശാന്തമായ ചുറ്റുപാടുള്ള ഭംഗി ആസ്വദിച്ചിട്ട് കുറേ ദൂരം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ പോകുന്ന റൂട്ട് ഫുള്ള് കാടായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കൊരു പള്ളിയൊക്കെ കാണാൻ സാധിച്ചു. രണ്ട് സൈഡും നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് ആ റോഡ് വളരെ മനോഹരമായിരുന്നു. നമ്മൾ ഏകദേശം 8 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിയെല്ലാം താണ്ടി നമ്മൾ അവസാനം അവരുടെ മെയിൻ ഗേറ്റിലെത്തി, വാഴാനി ഡാം. ഇങ്ങോട്ട് തൃശ്ശൂരിൽ നിന്ന് ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് 15 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേ. ഇതേ ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഗൂഗിൾ പേയോ പേടിഎമ്മോ കാർഡോ ഒന്നും എടുക്കില്ല കേട്ടോ, ഓൺലി ക്യാഷ്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 20 രൂപയാണ്. പിന്നെ പാർക്കിങ്ങിന് 10 രൂപയും. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറാൻ പോവുകയാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളവിടെ കയറുമ്പോൾ ഒരു ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ടിക്കറ്റ് അവിടെ കാണിക്കണം, എന്നിട്ടാണ് നമ്മളങ്ങോട്ട് കയറുന്നത്. ഇത് 9:30 മണി മുതൽ 6:30 മണി വരെയാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ ടിക്കറ്റ് കൊടുത്തു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല കേട്ടോ നിങ്ങൾ പുറത്തുനിന്നൊക്കെ വരികയാണെങ്കിൽ. അതിനുശേഷം നമ്മളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലോട്ട്. അവിടെയാണ് കേട്ടോ ഡാമിൻ്റെ വ്യൂവും സംഭവമൊക്കെ ഉള്ളത്. അങ്ങനെ കയറുന്ന വഴിക്ക് അത് അവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു ചെറിയ ചെയറും ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല കാഴ്ചയൊക്കെ ഗംഭീരമായിരുന്നു. അങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങി. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. അവിടെ ഊഞ്ഞാലിരുന്ന് ആടുന്നുണ്ടായിരുന്നു. എല്ലാ മരത്തിലും നിറച്ച് ഊഞ്ഞാലൊക്കെ ഉണ്ടായി. അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിറച്ച് കിളികളുടെ സൗണ്ടെല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു ഫോറസ്റ്റിൽ വന്ന അതേ ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ അതായത് ഒരു സ്റ്റേജ് പോലത്തെ ഒരു സംഭവം ഞാൻ കണ്ടു കേട്ടോ. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളിവിടെ പോയിട്ടോ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാനിതാ മുന്നോട്ട് നീങ്ങി. അപ്പോൾ അതാ നമ്മളെ ഡാമിൻ്റെ ഗേറ്റ് എത്തിയാണ് കേട്ടോ. ഇതാണ് ഡാമിൻ്റെ ഗേറ്റ്. അപ്പോൾ അതാ അവിടെ കയറുന്നതിന് വഴിക്ക് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ നല്ല, ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു കാടിൻ്റെ ഫീലും അതൊക്കെ കൂടിയായിട്ട് സൂപ്പർ വ്യൂ ആയിരുന്നു. ഈ ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ചെറിയൊരു ഗേറ്റ് തുറന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആ വഴിക്ക് കയറാം. ഇത്രയും കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ള വേറൊരു ഡാം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഞാൻ ക്യാമറ വയ്ക്കുമ്പോൾ ഓരോ ഫ്രെയിമും ഓരോ പെയിൻറ്റിങ് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഡാമിൻ്റെ പലയിടങ്ങളിലും മുന്നറിയിപ്പ് എന്നുള്ള ബോർഡെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയെ. അപ്പം നിങ്ങൾ അതുവഴിയൊക്കെ പോകുമ്പോൾ നോക്കി വേണം, ശ്രദ്ധിച്ച് വേണം പോകാൻ. അതേ കുറച്ച് പശുക്കൾ ആ ഡാമിൻ്റെ സൈഡിലൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഈ കാണുന്ന സാധനം എന്താണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല ഗൈസ്. ഇതുവരെ ഞാൻ ഒരു ഡാമിലും എല്ലാ കൊമ്പിലും ഊഞ്ഞാൽ കെട്ടിയതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ എവിടെ പോകുമ്പോഴും എല്ലാ മരത്തിലും ഊഞ്ഞാലുണ്ട്. അപ്പോൾ അതേ ഈ കാണുന്ന മേഘങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എന്ത് ഭംഗിയാണെന്നറിയോ അതെല്ലാം കാണാൻ. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങിയിട്ടോ. നല്ല പോലെ വെയിലുണ്ടായിരുന്നു നമ്മൾ പോയൊരു സമയത്ത്. അപ്പോൾ നിങ്ങൾ മഴ സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഒന്നുകൂടി വെള്ളം ഉണ്ടാവും. ഇത് കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പം കാണാൻ ഭംഗിയില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പം കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇത്ര വലിയൊരു ഡാമായിട്ടും ഇവിടെ ബോട്ടിംഗ് സർവീസ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ എനിക്കൊരു ചെറിയൊരു തോണി കാണാൻ സാധിച്ചു ആ വെള്ളത്തിൻ്റെ നടുവിൽ. ഇപ്പം കൊടും വേനലായതുകൊണ്ട് തന്നെ വെള്ളം കമ്മിയാണെന്നാണ് കേട്ടോ നമ്മുടെ ഇതിൽ ഗാർഡ് പറഞ്ഞത്. ഇതന്നെ ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന കല്ലിൻ്റെ മേലെ വരെ വെള്ളം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതിന് താഴെയായി വലിയൊരു പാർക്കുണ്ട്. അതിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നേരെ കാണാൻ സാധിക്കും. അവിടെയുള്ള ഗാർഡൻ്റെയും പിന്നെ ആ കിഡ്സ് പാർക്കിൻ്റെ എല്ലാം വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നതിന് ശേഷം അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് പിന്നെ ഞാൻ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആ കാണുന്ന വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അങ്ങോട്ടാണ് നമുക്കിനി എത്തേണ്ടത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഒരു കാഴ്ച കണ്ടേ. ഇവർ രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു. അവർ ശരിക്കും ഫോട്ടോ എടുക്കാൻ നിൽക്കുകയല്ല, പേടിച്ച് നിൽക്കുകയാണേ. കാരണം ഒരു കൂട്ടം കുരങ്ങന്മാർ കേട്ടോ. അവർ കരയുന്നുകൊണ്ട് നമ്മൾ ആക്രമിക്കാൻ വരികയാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ആ 2 പേര് അവിടെ നിന്നവർ തിരിച്ചു പോയേ ഈ കുരങ്ങന്മാരെ കണ്ട് അവർ ഉപദ്രവിച്ച് വെച്ചിട്ട്.
അവർ മുന്നോട്ട് പോയില്ല. അപ്പം ഞാനതൊന്നും കൂട്ടാക്കിയില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ആ കുരങ്ങന്മാരൊക്കെ കുറച്ച് വിഷ്വൽസ് എടുത്തതിന് ശേഷം അവരുടെ കുറുമ്പെല്ലാം കണ്ടതിന് ശേഷം ഞാൻ മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. ഇതിങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ തൂക്കുപാലം എത്തും കേട്ടോ. പക്ഷേ ഈ കാണുന്ന ഒരു വ്യൂ കണ്ടോ നിങ്ങൾ? ഇത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതേ സ്ഥലമാണെന്നേ നിങ്ങൾ പറയില്ല, അത്രയ്ക്കേറെ ഭംഗിയാണ് ഈ സ്ഥലത്തെ കാണാൻ. അങ്ങനെ ഞാൻ മുന്നോട്ട് നോക്കി നടന്നു കേട്ടോ. അപ്പോൾ ഇതേ കാണുന്ന പാലം കഴിഞ്ഞ് വേണം മുന്നോട്ട് പോകാൻ. ഇതേ ആ കാണുന്ന കാട് കണ്ടോ, അത് നിറച്ച് വന്യമൃഗങ്ങളാണ്. എൻ്റെ ഇവിടുത്തെ ഗാർഡ് പറഞ്ഞതാണ്, അതിനുള്ളിൽ മാനും പുലിയും ആനയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും കൂട്ടാക്കാണ്ട് ദേ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോയി. വേറൊരു കാര്യം പറയട്ടെ, ഒരു മനുഷ്യനില്ല കേട്ടോ ആ വഴിക്ക്, ഞാൻ ഒറ്റയ്ക്കാണേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ധൈര്യത്തിന് കമ്മിയുണ്ട്, കാരണം നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ആ കുരങ്ങന്മാരെയൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇനിയും അവരെ കണ്ടുകൂടാ എന്നില്ല കേട്ടോ, നമ്മൾ പോകുന്ന വഴിക്ക് ഇനിയും അവരെ കാണാൻ സാധ്യതയുണ്ട്. ദേ ഈ കാണുന്ന സ്റ്റെപ്പെല്ലാം ഇറങ്ങി വേണം കേട്ടോ നമുക്ക് ആ തൂക്കുപാലം കയറി അപ്പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു സജഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരികയാണെങ്കിൽ ഈ വേനൽക്കാലത്തൊക്കെ വരികയാണെന്നെങ്കിൽ ഒരു കുപ്പി ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് വരികയാണെങ്കിൽ വലിയ സീൻ ഉണ്ടാവില്ലേ. ഞാൻ വെള്ളമൊന്നും എടുത്തിട്ടില്ലേ. അതിനുശേഷം എന്താ ഞാനിങ്ങനെ നടന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കാണെങ്കിലും ആ ഒരു സൗണ്ടും ഫോറസ്റ്റിൻ്റെ ഇതെല്ലാം കേട്ട് മുന്നോട്ട് ഇങ്ങനെ നീങ്ങി. അപ്പോൾ അതാ പറയേണ്ട താമസമുള്ളൂ ഗൈസ്. ആ ദൂരത്ത് കാണുന്നുണ്ടോ ഒരു കൂട്ടം കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ. എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ട് കടക്കാൻ പറ്റുന്നു. ഞാൻ നല്ലപോലെ പേടിച്ചു, കാരണം അവർ ആ ഇത് പിടിച്ച് കുലുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു അച്ഛനും അമ്മയും കുട്ടിയും അപ്പൂപ്പനും എല്ലാവരും അടങ്ങുന്ന ഒരു ഫുൾ ഫാമിലി കുരങ്ങന്മാരാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അവരെല്ലാവരും കൂടി കുലുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ വലിയൊരു ധൈര്യമില്ല. ഞാനവിടെ പോയി എന്തായാലും കൊല്ലും. അവരെൻ്റെ നിന്ന് മൊബൈൽ എന്തായാലും മേടിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് നടക്കാൻ തീരുമാനിച്ചു കേട്ടോ. നിങ്ങൾ ആ സൗണ്ട് കേട്ടിട്ടുണ്ടെന്നുള്ളത് അറിയില്ല, അവർ പിടിച്ച് കുലുക്കുന്ന സൗണ്ടാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കാണ്ട് മുന്നോട്ട് നീങ്ങിയിട്ടാ തിരിച്ച് നടക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് ഇങ്ങനെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വന്ന വഴിയൊക്കെ പോയി ഒരു ഉള്ളോട്ട് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ ആ വഴിക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ അതേ ആ വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ ഈ വലിയ കുഴപ്പമൊന്നുമില്ല, കുരങ്ങന്മാരൊന്നും ഇവിടെയൊന്നും കാണാനില്ല കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വന്ന ദിവസം കാര്യമായിട്ട് ആരും ഇല്ല കേട്ടോ ഇവിടെ. കുറച്ച് ലവേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ അവരെവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ 1-2 പേരെ കണ്ടു. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഈ പോകുന്നിടത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞു ഗാർഡ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് പല ടൈപ്പ് കിളികളെ കാണാൻ സാധിക്കും കേട്ടോ. അവരുടെ പല ടൈപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയെ. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരാതെ നിങ്ങൾ പോയാൽ നിങ്ങൾക്കത് വലിയൊരു മിസ്സാവും കേട്ടോ. നിങ്ങൾ ആ ഡാമിൻ്റെ അതിൽ വന്ന് നിങ്ങൾ തിരിച്ചു പോയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഈ ഒരു സ്പോട്ടായിരിക്കും കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അട്രാക്ഷൻ കേട്ടോ. നിങ്ങൾ ഈ ഒരു സമ്മറിലൊക്കെ വരികയാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ആ വെള്ളമൊക്കെ നോക്കി അവിടുത്തെ ആ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ നിന്ന് പോയിട്ടാണ്. അതിനുശേഷം ഞാൻ മുമ്പോട്ട് നീങ്ങിയേ. ഇനിയിപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഒന്നും കാണാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ മുന്നോട്ട് നീങ്ങി. നമുക്കിനി പുറത്ത് കടക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു പാർക്കും ഒരു ഗാർഡനെല്ലാം വരുന്നുണ്ടെന്ന് നമ്മളതിൽ ഗാർഡൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളുള്ള ആ ഗാർഡനിലാണ്. ഗാർഡൻ്റെ പണിയൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും അവിടെ എന്തൊക്കെയോ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പുതുതായിട്ട് എന്തൊക്കെയോ കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനതൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് മുന്നോട്ട് നീങ്ങിയിട്ടാണ്. കാരണം അവിടെ കാര്യമായിട്ടൊന്നും കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങി. പിന്നെ നിങ്ങൾ കിഡ്സൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ കിഡ്സിനായിട്ടൊരു പാർക്കുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. അപ്പോൾ അതിലും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ ഇവിടുത്തത്. ഒരു 2-3 മാസത്തിലൊക്കെ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ആവുന്നുണ്ടാവും, മൊത്തമായിട്ടൊന്നൊരു ക്ലിയർ ആക്കുന്നുണ്ടാവും. അങ്ങനെ ഈ കാണുന്നതാണ് കിഡ്സിൻ്റെ പാർക്ക് കേട്ടോ. കിഡ്സിൻ്റെ പാർക്ക് ഓൾമോസ്റ്റ് ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ കിഡ്സൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർ കളിക്കാനും എൻജോയിനൊക്കെ പറ്റിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് നമ്മളിപ്പോൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. നിങ്ങൾ തൃശ്ശൂരിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത് കേട്ടോ. അത് തൃശ്ശൂരിൽ നിന്ന് വെറും 15 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഒരു 20 രൂപയെ ടിക്കറ്റും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ വന്നു പോകാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണിത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.